നമസ്കാരം. ഇന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്ര ഭാഗത്ത് നമ്മുടെ 5ാമത്തെ ക്ലാസ് ആണ്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടി കാണുക. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ കൂടി അംഗമാവുക. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്ര ഭാഗത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ 1905 മുതൽ 1917 വരെയുള്ള കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമുക്ക് ഈ 917 മുതൽ മുമ്പോട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, 1915 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിലെ വക്കീൽ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് ഇന്ത്യയിൽ തിരിച്ചു വരുന്നത്. 1915 ജനുവരി മാസം 9-ാം തീയതി അല്ലെ? ആ ജനുവരി 9 ഇന്ത്യയിൽ പ്രവാസി ദിനമായിട്ട് ആചരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 917 വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്, ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. അതിനുശേഷം പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം പരിശോധിച്ചാൽ അത് ഗാന്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന, എല്ലാ വിധത്തിലും ഗാന്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. അപ്പൊ നമ്മൾ പറയും 917 ശേഷമുള്ള കാലഘട്ടം, 917 മുതൽ 947 വരെയുള്ള സ്വാതന്ത്ര്യ സമര ചരിത്ര കാലഘട്ടം എന്ന് പറയുന്നത് ഗാന്ധിയൻ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ 917 മുതൽ അങ്ങോട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. പക്ഷേ അതിനു മുമ്പായിട്ട് ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ദർശനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിനകത്ത് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ വേറൊരു സ്ഥലത്ത് പറയാനായിട്ട് സ്പേസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഗാന്ധിജിയിലോട്ട് ശരിക്കും എത്തുന്നതിന് മുമ്പ്, സ്വാതന്ത്ര്യ സമര ചരിത്ര ഭാഗത്ത് ഗാന്ധിജിയിലോട്ട് എത്തുന്നതിന് മുമ്പ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ, പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഗാന്ധിജി ജനിക്കുന്നത് 1869 അല്ലെ? 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറില് പുത്ലി ഭായിയുടെയും കരംചന്ദ് ഗാന്ധിയുടെയും മകനായിട്ട് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി ജനിക്കുന്നു. അപ്പോൾ അച്ഛൻ്റെ പേര് കരംചന്ദ് ഗാന്ധി, അമ്മയുടെ പേര് പുത്ലി ഭായ്. ജനിച്ചത് 1869 ഒക്ടോബർ 2. ഈ ഒക്ടോബർ 2 ഇന്ന് ലോക അഹിംസാ ദിനമായിട്ട് ആചരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 1948 ജനുവരി മാസം 30-ാം തീയതിയാണ് ഗാന്ധിജി വധിക്കപ്പെടുന്നത് അല്ലെ? നഥുറാം വിനായക് ഗോഡ്സെ അദ്ദേഹത്തിന് നേരെ നിറയൊഴിക്കുന്നത് 1948 ജനുവരി 30-നാണ്. ആ ജനുവരി 30 എന്തായിട്ട് ആചരിക്കുന്നു? ഇന്ത്യയിൽ രക്തസാക്ഷിത്വ ദിനമായിട്ട് ആചരിക്കുന്നു. ഗാന്ധിജിയുടെ ചരമദിനം ഇന്ത്യയിൽ രക്തസാക്ഷിത്വ ദിനമായിട്ട് ആചരിക്കുന്നു. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥ, മഹാത്മാഗാന്ധിയുടെ ആത്മകഥ, അത് നമുക്കറിയാം. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. ഇതാണ് ഗാന്ധിജിയുടെ ആത്മകഥ അല്ലെ? ഗാന്ധിജിയുടെ ആത്മകഥ രചിച്ചിരിക്കുന്നത് ഏത് ഭാഷയിലാണെന്നുള്ളത് മനസ്സിലാക്കണം. ഗാന്ധിജിയുടെ ആത്മകഥ രചിച്ചിരിക്കുന്നത് ഗുജറാത്തി ഭാഷയിലാണ്. ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോണം, ഏറ്റവും കൂടുതൽ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ ഇന്ത്യയിൽ രചിക്കപ്പെട്ടിരിക്കുന്നത് ആരുടെ പേരിലാണ് എന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിയുടെ പേരിലാണ്. ആത്മകഥ എന്ന് പറയുന്നത് വേറെയാണ്, ജീവചരിത്രം എന്നുള്ളത് വേറെയാണ്. ഞാൻ എന്നെക്കുറിച്ച് തന്നെ എഴുതുന്നതാണ് ആത്മകഥ. എന്നെക്കുറിച്ച് നിങ്ങൾ എഴുതിയാൽ അത് എന്താവും? ജീവചരിത്രമാവും. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിരിക്കുന്നത് ആരുടെ പേരിലാണ് എന്ന് ചോദിച്ചാൽ അത് മഹാത്മാഗാന്ധിയുടെ പേരിലാണ്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യത്തെ ചിത്രം എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ദേശീയ പതാകയാണ്.
അതേസമയം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യത്തെ വ്യക്തി ആരും ചോദിച്ചാൽ അത് മഹാത്മാഗാന്ധിയാണ്. ആദ്യത്തെ വനിത ആരും ചോദിച്ചാൽ അത് മീരാഭായിയാണ്, അല്ലെ? അപ്പൊ ആ കാര്യങ്ങൾ കൂടി അവിടെ മനസ്സിലാക്കി വെക്കുക. എന്തായാലും ഗാന്ധിജിയുടെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, അവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ പറഞ്ഞ ആത്മകഥയിൽ ഏത് കാലഘട്ടത്തിലെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? ഗാന്ധിജിയുടെ കുട്ടിക്കാലം മുതൽ 1921 വരെയുള്ള ജീവിതത്തിലെ സംഭവങ്ങളാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 921 വരെയുള്ളത് ഏതാണ്ട് 50 കൊല്ലമാണ്. 1869 മുതൽ 921 വരെ എന്ന് പറയുമ്പോൾ 50 വയസ്സുവരെയുള്ള കാര്യങ്ങളാണ്, ഗാന്ധിജിയുടെ കാര്യങ്ങളാണ് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഗാന്ധിജിയുടെ ആത്മകഥയിൽ ഏത് കാലഘട്ടം വരെയുള്ള കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. 921 വരെയുള്ളത്. ഗാന്ധിജി ആത്മകഥയിൽ പറയുന്നുണ്ട് 921 ശേഷമുള്ള എൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആത്മകഥ അവസാനിക്കുന്നത്. അപ്പോൾ 921 വരെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഉള്ളത്. ഇനി ഗാന്ധിജിയുടെ ആത്മകഥയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ നിന്നാണ് നമ്മൾ ഗാന്ധിജിയുടെ വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളും അറിയുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തുള്ള കാര്യവും അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ള കാര്യവും അദ്ദേഹത്തിൻ്റെ വക്കീൽ പഠനത്തിനായിട്ടുള്ള ബ്രിട്ടനിലോട്ടുള്ള യാത്ര, പിന്നെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം, ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം ഒരു നാടകത്തെക്കുറിച്ച് പറയുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യം നമുക്കറിയാം, ആദർശ ധീരനാണ്, സത്യത്തെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഏത്? മഹാത്മാഗാന്ധി. അപ്പോൾ ആ മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ ആ ആദർശങ്ങൾ, അതുപോലെ തന്നെ ഈശ്വരവിശ്വാസിയുമാണ്, തികഞ്ഞ ഈശ്വരവിശ്വാസിയുമാണ് ആര്? മഹാത്മാഗാന്ധി. അപ്പോൾ ഗാന്ധിജിയുടെ ജീവിതത്തിലെ ആദർശങ്ങൾ, അതുപോലെ തന്നെ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതി, അതുപോലെ തന്നെ ഈശ്വരനിലുള്ള വിശ്വാസം, ഇതെല്ലാം ഉറപ്പിക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു നാടകമുണ്ട്. അദ്ദേഹം വളരെ കുഞ്ഞുനാളിൽ കണ്ട ഒരു നാടകം. ആ നാടകം ഏതെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. രാജാ ഹരിശ്ചന്ദ്ര. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ച നാടകമാണ് രാജാ ഹരിശ്ചന്ദ്ര. അദ്ദേഹത്തിന്റെ ഈശ്വരവിശ്വാസം, അദ്ദേഹത്തിന്റെ ആദർശ ധീരത, അതുപോലെ തന്നെ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതം, ഇതിനെല്ലാം കാരണമായിട്ടുള്ളത് ഈ പറഞ്ഞ നാടകമാണ് എന്ന് ഗാന്ധിജി അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, മാതാപിതാക്കളോട് വലിയ വിധേയത്വം ഉണ്ടായിരുന്ന ഒരാളാണ് മഹാത്മാഗാന്ധി. മാതാപിതാക്കളോടൊക്കെ ഭയങ്കരമായിട്ടുള്ള സ്നേഹവും വാത്സല്യവും വിധേയത്വവും കാണിച്ചിരുന്ന ഒരാളാണ് മഹാത്മാഗാന്ധി എന്നുള്ളത് പല കഥകളിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ വിധേയത്തിനൊക്കെ കാരണമായിട്ടുള്ളത് ഒരു ചിത്രകഥയാണ്. അദ്ദേഹം വായിച്ചിട്ടുള്ള ചിത്രകഥയാണ്. കുട്ടിനാളിൽ അദ്ദേഹം വായിച്ചിട്ടുള്ള ഒരു ചിത്രകഥയാണ് ശ്രവണ പിതൃഭക്തി നാടക. ശ്രവണ പിതൃഭക്തി നാടക എന്ന് പറഞ്ഞിട്ടൊരു ചിത്രകഥയുണ്ട്. നാടക എന്ന് പറയുമ്പോൾ നാടകമല്ല, അതൊരു ചിത്രകഥയാണ്. ആ ചിത്രകഥയാണ് അദ്ദേഹത്തിന് മാതാപിതാക്കളോടുള്ള വിധേയത്വം വളർത്തുന്നതിന് കാരണമായിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. ഇവിടെ ഈ ശ്രവണൻ എന്ന് പറയുന്നത് ഒരു ബാലനാണ്. നമ്മുടെ രാമായണത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന ഒരു കഥാപാത്രമാണ് ശ്രവണൻ. അദ്ദേഹത്തിൻ്റെ മാതൃപിതൃ ഭക്തിയാണ് ഈ പറഞ്ഞ ചിത്രകഥയിൽ പറയുന്നത്. അപ്പൊ ഈ ചിത്രകഥ വായിച്ചിട്ടാണ് അദ്ദേഹത്തിന് മാതാപിതാക്കളോടുള്ള വിധേയത്വം ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അത് ശ്രവണ പിതൃഭക്തി നാടക. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഈശ്വരവിശ്വാസിയാണ്. അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിലെ ആത്മീയ നിഘണ്ടു, എൻ്റെ ജീവിതത്തിലെ ആത്മീയ നിഘണ്ടു എന്ന് പറയുന്നത് എന്താണ്? അത് ഭഗവത്ഗീതയാണ്. അപ്പോൾ ആത്മീയ നിഘണ്ടു, എൻ്റെ ജീവിതത്തിലെ ആത്മീയ നിഘണ്ടു എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് എന്ന് ചോദിച്ചാൽ, മഹാഭാരതത്തിൻ്റെ ആത്മാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന ഏതിനെയാണ്? ഭഗവത്ഗീതയാണ് എൻ്റെ ജീവിതത്തിലെ ആത്മീയ നിഘണ്ടു എന്ന് ആര് വിശേഷിപ്പിച്ചത്? മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം
അദ്ദേഹം ബുദ്ധമതത്തിൽ ഒരുപാട് വിശ്വസിച്ചിരുന്ന ഒരാളാണ്. ബുദ്ധമത തത്വങ്ങളോട് ഒരുപാട് പ്രതിപത്തി പുലർത്തിയിരുന്ന ഒരാളാണ്. ആ ബുദ്ധമത തത്വത്തിലോട്ട് അദ്ദേഹത്തെ ആകർഷിച്ച ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് പറയുന്ന പുസ്തകമാണ്. ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ശ്രീ ബുദ്ധനാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന പുസ്തകം രചിച്ചത് എഡ്വിൻ അർണോൾഡ് ആണ്. അപ്പോൾ ബുദ്ധമതത്തിലോട്ട് ഗാന്ധിജിയെ സ്വാധീനിച്ച, അല്ലെങ്കിൽ ബുദ്ധമതത്തിനോട് ഗാന്ധിജിക്ക് പ്രതിപത്തി ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടുള്ള പുസ്തകം ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ലൈറ്റ് ഓഫ് ഏഷ്യ എന്നാണ്. ആ പുസ്തകം രചിച്ചത് എഡ്വിൻ അർണോൾഡ് എന്ന് പറയുന്ന ആളാണ്. അതുപോലെ തന്നെ മറ്റൊരു മതം ഏത്? ജൈന മതം, അല്ലെ? ജൈന മതം. ഗാന്ധിജി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആദർശങ്ങളിൽ വളരെ പരമപ്രധാനമായിട്ടുള്ള ഒന്നാണ് അഹിംസ, അഹിംസാ സിദ്ധാന്തം, അല്ലെ? അദ്ദേഹത്തിന്റെ ജന്മദിനം ഒക്ടോബർ 2 ലോക അഹിംസാ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അഹിംസ എന്ന് പറയുന്ന ദർശനത്തിലോട്ട് ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ചത് ഏത് മതമാണ് എന്ന് ചോദിച്ചാൽ അത് ജൈന മതമാണ്. ഗാന്ധിജി ഒരു അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട്, അഹിംസയെ ഇത്രത്തോളം പ്രായോഗികമായിട്ട് ജീവിതത്തിൽ സന്നിവേശിപ്പിച്ചിട്ടുള്ള മറ്റൊരു മതവുമില്ല എന്നാണ്. അഹിംസയെ ഇത്രത്തോളം പ്രായോഗികമായി ജീവിതത്തിൽ സന്നിവേശിപ്പിച്ചിട്ടുള്ള മറ്റൊരു മതവുമില്ല എന്ന് ഗാന്ധിജി പറഞ്ഞത് ഏത് മതത്തെ കുറിച്ചാണ് എന്ന് ചോദിച്ചാൽ അത് ഏത് മതത്തെ കുറിച്ചാണ്? ജൈന മതത്തെ കുറിച്ചാണ്. അതുപോലെ തന്നെ ക്രിസ്തുവിനോടും ഭയങ്കരമായിട്ടുള്ള ഒരു ആരാധന ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. യേശു ക്രിസ്തുവിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: മാനവരാശിയുടെ ഗുരു. മാനവരാശിയുടെ ഗുരു എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് ആരെയാണ് എന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിനെയാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം, ഗാന്ധിജി വിളിച്ചിട്ടുണ്ട് സത്യാഗ്രഹികളുടെ രാജകുമാരൻ. സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിളിച്ചത്, അല്ലെങ്കിൽ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് എന്ന് ചോദിച്ചാൽ അതും യേശു ക്രിസ്തുവിനെയാണ്. മാനവരാശിയുടെ ഗുരു, സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിനെയാണ്. അതുപോലെ ഒരു കാര്യം കൂടി നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ, 1948 ജനുവരി 30 ഗാന്ധിജി കൊല്ലപ്പെടുന്നു. പിറ്റേ ദിവസം ഹിന്ദുസ്ഥാൻ ഹെറാൾഡ് എന്ന് പറയുന്ന പത്രം പ്രസിദ്ധീകരിക്കുന്നു. ആ പത്രം പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൻ്റെ എഡിറ്റോറിയലിൽ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം കുരിശുമരണം, ക്രിസ്തുവിൻ്റെ രണ്ടാം കുരിശുമരണം എന്ന ഒറ്റ വരി ലേഖനമാണ് അതിൻ്റെ എഡിറ്റോറിയൽ എഴുതിയിരുന്നത്. അതായത് ഗാന്ധിജിയുടെ മരണത്തെ രണ്ടാമത്തെ കുരിശുമരണത്തോട് ഉപമിച്ചുകൊണ്ട് ലേഖനം എഴുതിയ, എഡിറ്റോറിയൽ എഴുതിയ, ഒറ്റ വരി എഡിറ്റോറിയൽ എഴുതിയ പത്രം ഏത് എന്ന് ചോദിച്ചാൽ ഹിന്ദുസ്ഥാൻ ഹെറാൾഡ് എന്ന് പറയുന്ന ഒരു പത്രമാണ്. അപ്പോൾ അത് അത്രയും നിങ്ങളുടെ മനസ്സിലോട്ട് വരണം. ഇനി ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച ഒരു സംഘടനയുണ്ട്. ആ സംഘടനയാണ് തിയോസഫിക്കൽ സൊസൈറ്റി. ഗാന്ധിജി ഏറെ സ്വാധീനിച്ച ഒരു സംഘടനയാണ് തിയോസഫിക്കൽ സൊസൈറ്റി. ഗാന്ധിജി വക്കീൽ പഠനത്തിനായിട്ട് ഇംഗ്ലണ്ടിൽ കഴിയുന്ന കാലത്ത് അദ്ദേഹം അവിടെ വച്ചിട്ട് ആനി ബസന്റിന്റെ ഒരു പ്രഭാഷണം കേൾക്കാൻ ഇടയായി. അതിനു മുമ്പ് തന്നെ തിയോസഫിക്കൽ സൊസൈറ്റിയുമായിട്ട് അദ്ദേഹത്തിന് അഗാധമായിട്ടുള്ള ഒരു അടുപ്പമുണ്ടായിരുന്നു. അവിടെ വെച്ച് ആനി ബസന്റിന്റെ ഒരു പ്രഭാഷണം കൂടി അദ്ദേഹം കേട്ടു. എവിടെ വെച്ചാണ്? ഇംഗ്ലണ്ടിൽ കഴിയുന്ന അവസരത്തിൽ ഒരു പ്രഭാഷണം കൂടി കേട്ടു. ആ പ്രഭാഷണത്തിൽ ആനി ബസന്റ് അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ പ്രഭാഷണത്തിൽ ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച ചില വാക്കുകളുണ്ട്. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ശവകുടീരത്തിൽ ഞാൻ ജീവിച്ചിരുന്നതും മരിച്ചതും സത്യത്തിനു വേണ്ടിയിട്ടാണെന്ന് രേഖപ്പെടുത്താനായിട്ട് കഴിയണം. എൻ്റെ കുഴിമാടത്തിൽ ഞാൻ ജീവിച്ചിരുന്നതും മരിച്ചതും സത്യത്തിനു വേണ്ടിയാണ് എന്ന് രേഖപ്പെടുത്താനായിട്ട് കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായിട്ടുള്ള സ്ത്രീ ഞാനായിരിക്കും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു പ്രഭാഷണമാണ്. സത്യത്തിൽ ആ വാക്കുകൾ ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ചിരുന്നു എന്നുകൂടി മനസ്സിലാക്കി വയ്ക്കുക. ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച ഒരു സംഘടനയാണ് തിയോസഫിക്കൽ സൊസൈറ്റി. അതുപോലെ ഒരു കാര്യം, ആനി ബസന്റിന്റെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ഇവിടെ പറയണം. ലോകത്തിലെ മഹത്തായ എല്ലാ മതങ്ങൾക്കും അതിൻ്റെ ജന്മഗ്രഹത്തെ കണ്ടെത്താൻ കഴിയുന്നത് ഇന്ത്യയിലാണ്. ലോകത്തിലെ മഹത്തായ എല്ലാ മതങ്ങൾക്കും അതിൻ്റെ ജന്മഗ്രഹത്തെ കണ്ടെത്താൻ കഴിയുന്നത് ഇന്ത്യയിലാണ് എന്ന് പറഞ്ഞത് ആര് എന്ന് ചോദിച്ചാൽ അത് ആനി ബസന്റ് ആണ് എന്നുകൂടി ഓർത്തു വയ്ക്കുക. ആനി ബസന്റിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 1917 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയാണ് ആനി ബസന്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഹോം റൂൾ ലീഗ് ഇന്ത്യയിൽ
ആരംഭിച്ചത് ആനി ബെസന്റ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഹോം റൂൾ ലീഗ് തിലകനും ആരംഭിച്ചു എന്ന് പഠിച്ചിട്ടുണ്ട്. അതേസമയം മദ്രാസ് കേന്ദ്രമാക്കി ഹോം റൂൾ ലീഗ് ആരംഭിച്ചത് ആനി ബെസന്റ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ പഠിച്ച കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ ഓർത്ത് വരിക. ഇനി അത് കഴിഞ്ഞിട്ട് ഗാന്ധിജി സസ്യാഹാരിയാണ്. മനുഷ്യന് ഏറ്റവും ഉചിതമായിട്ടുള്ളത് സസ്യാഹാരമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളും അത് പഠിപ്പിച്ചിരുന്ന ഒരാളുമാണ് ആര്? മഹാത്മാഗാന്ധി. മനുഷ്യന് ഏറ്റവും ഉചിതമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് സസ്യാഹാരമാണ്. ഗാന്ധിജി സസ്യാഹാരിയാണ് അല്ലെ. നേരത്തെ നോൺ വെജ് ഒക്കെ ആയിരുന്നു, പിന്നീട് എന്തായി? സസ്യാഹാരിയായിട്ട് മാറി. അതുപോലെ നമ്മുടെ വിരാട് കോഹ്ലിയും ഒക്കെ എങ്ങനെയുള്ള ആളാണ്? സസ്യാഹാരം മാത്രം കഴിക്കുന്ന ആളാണ്. അതുപോലെ ഞാനും സസ്യാഹാരം മാത്രം കഴിക്കുന്ന ആളാണ്. അപ്പൊ ഗാന്ധിജി സസ്യാഹാരിയായിട്ട് മാറാനുള്ള ഒരു കാരണം അദ്ദേഹം ഇംഗ്ലണ്ടിൽ കഴിയുന്ന സമയത്ത് വേറൊരാളുടെ പ്രഭാഷണവും അതുപോലെ തന്നെ പുസ്തകവും ഒക്കെ വായിക്കുന്നതിന് കാരണമായി. ആ പുസ്തകമാണ് പ്ലീ ഫോർ വെജിറ്റേറിയനിസം. പ്ലീ ഫോർ വെജിറ്റേറിയനിസം എന്ന് പറയുന്ന പുസ്തകമാണ് ഗാന്ധിജിയിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കിയത്. ആ പുസ്തകത്തിന്റെ രചയിതാവ് ഹെൻറി സാൾട്ട് എന്ന് പറയുന്ന ഒരാളാണ്. ഹെൻറി സാൾട്ടുമായിട്ട് നല്ലൊരു ആത്മബന്ധം ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. അതുകൂടി നിങ്ങൾ ഓർത്തുകൊള്ളുക. അപ്പോൾ പ്ലീ ഫോർ വെജിറ്റേറിയനിസം എന്ന് പറയുന്ന പുസ്തകം, ആ പുസ്തകം ഗാന്ധിജിയുടെ ഭക്ഷണശീലങ്ങളെ മാറ്റിമറിച്ചു. ഗാന്ധിജി സസ്യാഹാരിയായിട്ട് മാറി. ആ പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഹെൻറി സാൾട്ട് ആണ് എന്നുള്ളത് ഓർക്കുക. അതുപോലെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഗാന്ധിജിക്ക് ഏറെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ, ഗാന്ധിജിക്ക് ഏറെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ, സാഹിത്യകാരൻ ആരെന്ന് നമുക്കറിയാം. അത് റഷ്യൻ സാഹിത്യകാരനാണ് ലിയോ ടോൾസ്റ്റോയ്. പക്ഷെ മാറിപ്പോരുത്, ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച പുസ്തകം ഏത് എന്ന് ചോദിച്ചാൽ അൺ ടു ദി ലാസ്റ്റ് എന്ന് പറയുന്ന പുസ്തകമാണ്. അൺ ടു ദി ലാസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ജോൺ റസ്കിൻ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഗാന്ധിജിക്ക് ഏറെ പ്രിയപ്പെട്ട, ഏറെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ ആരെന്ന് ചോദിച്ചാൽ റഷ്യൻ എഴുത്തുകാരൻ ലിയോ ടോൾസ്റ്റോയി ആണ്. അതേസമയം ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച പുസ്തകം ഏത് എന്ന് ചോദിച്ചാൽ ആ പുസ്തകം അൺ ടു ദി ലാസ്റ്റ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഒരു താല്പര്യവുമില്ലാതെ കയ്യിൽ വെച്ചിരുന്ന ഒരു പുസ്തകമാണ്. ഒരു ട്രെയിൻ യാത്രയിൽ അദ്ദേഹം വായിക്കാനിടയായി. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്നാണ് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ആ പുസ്തകമാണ് അൺ ടു ദി ലാസ്റ്റ്. അൺ ടു ദി ലാസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? ജോൺ റസ്കിൻ ആണ്. ഇവിടെ ഇപ്പോൾ ലിയോ ടോൾസ്റ്റോയുടെ കാര്യം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, കിങ്ഡം ഓഫ് ഗോഡ് വിത്തിൻ യു. കിങ്ഡം ഓഫ് ഗോഡ് വിത്തിൻ യു, അതായത് ദൈവരാജ്യം നിങ്ങൾക്ക് ഉള്ളിലാണ്, ദൈവരാജ്യം നിങ്ങൾക്ക് ഉള്ളിലാണ് എന്ന് പറയുന്ന പുസ്തകം, കിങ്ഡം ഓഫ് ഗോഡ് വിത്തിൻ യു. ഈ പുസ്തകം രചിച്ചത് ആരാണ്? അത് ലിയോ ടോൾസ്റ്റോയ് ആണ്. ഈ പുസ്തകവും ഗാന്ധിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഗാന്ധിജിയുടെ ഒരു സമരമുറ, സത്യാഗ്രഹ സമരമുറ അല്ലെ. ആ സത്യാഗ്രഹ സമരമുറയുടെ പ്രാക് രൂപമായിട്ടുള്ള, ആദിമ രൂപമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നത് ഈ പുസ്തകത്തിലെ ആശയത്തിൽ നിന്നാണ്. കിങ്ഡം ഓഫ് ഗോഡ് വിത്തിൻ യു. ആരാണ് ആ പുസ്തകം രചിച്ചത്? ലിയോ ടോൾസ്റ്റോയ്. ഓർത്തു വയ്ക്കണം. അപ്പൊ ആ പുസ്തകത്തിന്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞു. ഗാന്ധിജിയുടെ സത്യാഗ്രഹ സമരമുറയുടെ പ്രാക് രൂപം ആ പുസ്തകത്തിൽ പറയുന്നത് പാസീവ് റെസിസ്റ്റൻസ് എന്നാണ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധം. നിങ്ങൾ എനിക്കെതിരെ എന്തെങ്കിലും മോശമായിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു പ്രതിരോധം ഉയർത്തുന്നു. ആ പ്രതിരോധം നേരിട്ട് ഉള്ള പ്രതിരോധമല്ല, ബലപ്രയോഗത്തിലുള്ള ഒരു പ്രതിരോധമല്ല, പാസീവായിട്ടുള്ള മറ്റൊരു തരത്തിലുള്ള പ്രതിരോധമാണ്. അപ്പൊ ആ പാസീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ സത്യാഗ്രഹ സമരമുറയുടെ ആദ്യ രൂപമാണ്, പ്രാക് രൂപമാണ്. അപ്പൊ ആ പ്രാക് രൂപം അല്ലെങ്കിൽ ആ സമരമുറയുടെ ആദർശങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നത് ഏത് പുസ്തകത്തിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ കിങ്ഡം ഓഫ് ഗോഡ് വിത്തിൻ യു എന്ന് പറയുന്ന ലിയോ ടോൾസ്റ്റോയുടെ പുസ്തകത്തിൽ നിന്നാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വം ഹെൻറി ഡേവിഡ് തോറോ. ഹെൻറി ഡേവിഡ് തോറോ, ഞാൻ കണ്ട എൻ്റെ അധ്യാപകൻ, ഞാൻ കണ്ട എൻ്റെ അധ്യാപകൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച തത്വചിന്തകനാണ് ഹെൻറി ഡേവിഡ്
തോറോ. ഹെൻറി ഡേവിഡ് തോറോ പരീക്ഷയ്ക്ക് ഒരിക്കൽ ചോദിച്ച ചോദ്യവുമാണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, അല്ലെങ്കിൽ ഒരു ലേഖനമുണ്ട്, എസ്സേ ഓൺ ദി ഡ്യൂട്ടി ഓഫ് സിവിൽ ഡിസ്ഒബീഡിയൻസ്. എന്താണ് എസ്സേ ഓൺ ദി ഡ്യൂട്ടി ഓഫ് സിവിൽ ഡിസ്ഒബീഡിയൻസ് എന്ന് പറയുന്ന ഒരു ലേഖനം അല്ലെങ്കിൽ ഒരു പുസ്തകം. ആ പുസ്തകത്തിന്റെ പ്രാധാന്യം എന്താണ്? നിയമലംഘനം എന്ന് പറയുന്ന ഒരു സമരമുറ ഗാന്ധിജിക്കുണ്ട്. സത്യാഗ്രഹ സമരമുറയുണ്ട്, വേറൊരു സമരമുറയുണ്ട്, നിയമലംഘന സമരമുറ. ഗാന്ധിജിയുടെ നിയമലംഘന സമരമുറയ്ക്ക് പ്രേരണയായിട്ടുള്ള, പ്രചോദനമായിട്ടുള്ള പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ ഹെൻറി ഡേവിഡ് തോറയുടെ എസ്സേ ഓൺ ദി ഡ്യൂട്ടി ഓഫ് സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുന്ന പുസ്തകമാണ് എന്ന് ഓർക്കുക. ഇത് മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി നമുക്ക് വേറൊരു ഭാഗത്തോട്ട് വരാം. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഗാന്ധിജി ഇന്ത്യയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലോട്ട് പോകുന്നു, അല്ലെ? ഇവിടെ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി പിന്നെ ഇംഗ്ലണ്ടിലെ വക്കീൽ പഠനത്തിനായിട്ട് പോയി. അത് കഴിഞ്ഞു ഇന്ത്യയിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം 1893 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലോട്ട് പോകുന്നു, അല്ലെ? അവിടെ വക്കീലായിട്ട് പോകുന്നു. ഗാന്ധിജിയെ ദക്ഷിണാഫ്രിക്കയിലോട്ട് കൊണ്ടുപോകുന്നത്, വക്കീലായിട്ട് കൊണ്ടുപോകുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി. ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വക്കീലായിട്ടാണ് ഗാന്ധിജി 1893 ദക്ഷിണാഫ്രിക്കയിലോട്ട് പോകുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ ചെല്ലുമ്പോൾ അവിടെ അദ്ദേഹത്തിന് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവം ഉണ്ടായി. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം ട്രെയിൻ യാത്ര ചെയ്യുകയായിരുന്നു. ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ ദക്ഷിണാഫ്രിക്കയിൽ ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് കറുത്ത നിറക്കാരനായതിനാൽ ആ പറഞ്ഞ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ നിന്ന് അദ്ദേഹത്തെ വലിച്ച്, വെള്ളക്കാരനായിട്ടുള്ള ആള് വലിച്ച് വെളിയിലോട്ട് എറിഞ്ഞു. അത് ഒരു സ്റ്റേഷനിൽ വച്ചിട്ടാണ്. ആ സ്റ്റേഷൻ ഏതെന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദിക്കും. പീറ്റർ മാരിറ്റ്സ്ബർഗ് എന്ന് പറയുന്ന സ്റ്റേഷനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്ന്, അദ്ദേഹത്തിന്റെ പല സമരമുറകളും രൂപപ്പെട്ടു വരുന്നതിന് കാരണമായിട്ടുള്ള സംഭവങ്ങളിലൊന്ന്, അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ രൂപപ്പെടുന്നതിൽ കാരണമായ സംഭവങ്ങളിൽ ഒന്നുകൂടിയാണ് ആ സംഭവം. ആ സംഭവം നടന്നത് 1893 ജൂൺ 7 അപ്പോൾ ട്രെയിൻ യാത്രക്കിടെ അദ്ദേഹത്തെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ നിന്ന് വലിച്ചു വെളിയിലിട്ടത് ഏത് സ്റ്റേഷനിൽ വെച്ചാണ് എന്ന് ചോദിച്ചാൽ പീറ്റർ മാരിറ്റ്സ്ബർഗ് എന്ന് പറയുന്ന സ്റ്റേഷൻ വെച്ചിട്ടാണ്. അതെവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലാണ്. അപ്പൊ ആ സ്റ്റേഷൻ, അതായത് പീറ്റർ മാരിറ്റ്സ്ബർഗ് എന്ന് പറയുന്ന ആ സ്ഥലം അറിയപ്പെടാറുണ്ട് സത്യാഗ്രഹത്തിന്റെ ജന്മസ്ഥലം. ആ സംഭവമാണ് സത്യാഗ്രഹം എന്ന് പറയുന്ന സമരമുറയിലോട്ട് ഗാന്ധിജി എത്തിപ്പെടാനുള്ള ഒരു കാരണം. അപ്പോൾ സത്യാഗ്രഹത്തിന്റെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്ന ദക്ഷിണാഫ്രിക്കയിലെ റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ പട്ടണമാണ് പീറ്റർ മാരിറ്റ്സ്ബർഗ്. ഞാൻ പറഞ്ഞ സംഭവം നടക്കുന്നത് 1893 ജൂൺ 7 പറ്റുമെങ്കിൽ ഓർക്കുക, അല്ലെങ്കിൽ 1893 എന്നെങ്കിലും ഓർക്കുക. അപ്പൊ എന്താ പറഞ്ഞത്? സത്യാഗ്രഹത്തിന്റെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്ന ദക്ഷിണാഫ്രിക്കൻ പട്ടണമാണ് പീറ്റർ മാരിറ്റ്സ്ബർഗ്, അല്ലെ? അതുപോലെ തന്നെ പറയും ഗാന്ധിജിയുടെ സത്യാഗ്രഹ പരീക്ഷണശാല. ഗാന്ധിജിയുടെ സത്യാഗ്രഹ പരീക്ഷണശാല എന്ന് പൊതുവെ ഏതിനെ വിളിക്കും? ദക്ഷിണാഫ്രിക്കയെ വിളിക്കും. ഗാന്ധി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജനിച്ചത് ഇന്ത്യയിലാണ്, പക്ഷെ എന്നെ നിർമ്മിച്ചത്, ഞാനായിട്ട് മാറിയത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ്. ഞാൻ ജനിച്ചത് ഇന്ത്യയിലാണെങ്കിലും ഞാൻ നിർമ്മിക്കപ്പെട്ടത് ദക്ഷിണാഫ്രിക്കയിലാണ്. അവിടെ വെച്ചിട്ടാണ് പല രാഷ്ട്രീയ സിദ്ധാന്തങ്ങളും ഒക്കെ അദ്ദേഹം രൂപപ്പെടുത്തി എടുക്കുന്നത്. അതുപോലെ തന്നെ സത്യാഗ്രഹം എന്ന് പറയുന്ന പരീക്ഷണമൊക്കെ നടത്തി നോക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ്. അപ്പൊ ആ കാര്യം അവിടെ ഓർത്തു വെക്കുക. സത്യാഗ്രഹ പരീക്ഷണശാല എന്ന് അറിയപ്പെടുന്നത് ദക്ഷിണാഫ്രിക്കയാണ്, ഗാന്ധിജിയുമായി ബന്ധപ്പെടുത്തി. അതേസമയം സത്യാഗ്രഹത്തിന്റെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്ന സ്ഥലം എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? പീറ്റർ മാരിറ്റ്സ്ബർഗ് ആണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർക്കണം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലായിരിക്കുന്ന സമയത്താണ് ദക്ഷിണാഫ്രിക്കയിൽ ഒരു യുദ്ധം നടക്കുന്നത്. ബൂവർ യുദ്ധം അല്ലെങ്കിൽ ബോവർ യുദ്ധം, BOER, ബൂവർ യുദ്ധം അല്ലെങ്കിൽ ബോവർ യുദ്ധം 1899-902 കാലഘട്ടത്തിലായിട്ട് നടന്ന ഒരു യുദ്ധമാണ്. രണ്ടാം ബൂവർ യുദ്ധമാണ് ശരിക്കും നടന്നത്. ബൂവർ യുദ്ധം ആരൊക്കെ തമ്മിലാണ് എന്നൊക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ബൂവർ യുദ്ധം നടന്നത് ഇംഗ്ലീഷുകാരും ദക്ഷിണാഫ്രിക്കയിലെ സ്വതന്ത്രമായിട്ടുള്ള 1-2 റിപ്പബ്ലിക്കുകളുണ്ട്, അവരുമായിട്ട് നടന്ന യുദ്ധമാണ് ഏത്? ബൂവർ യുദ്ധം. അപ്പോൾ ഇംഗ്ലീഷുകാരും ദക്ഷിണാഫ്രിക്കയിലെ സ്വതന്ത്ര റിപ്പബ്ലിക്കുകളുമായി നടന്ന യുദ്ധമാണ് ഏത് യുദ്ധം? ബൂവർ യുദ്ധം എന്ന് ഓർക്കുക. ബൂവർ യുദ്ധത്തിന്റെ കാര്യം പറഞ്ഞത് എന്തിനാണ്
എന്താണെന്ന് ചോദിച്ചാല് ബോവർ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ഒരു ആംബുലൻസ് സേനയ്ക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. അപ്പോ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ദക്ഷിണാഫ്രിക്കയില് ഗാന്ധിജി ഒരു ആംബുലൻസ് സേനയ്ക്ക് രൂപം കൊടുത്തിരുന്നു. ഇത് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാല് ബോവർ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ബോവർ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചുള്ള ഒരു കാര്യം, 1904 ദക്ഷിണാഫ്രിക്കയില് ഗാന്ധിജി അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആശ്രമം സ്ഥാപിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആദ്യത്തെ ആശ്രമം സ്ഥാപിക്കുന്നു 1904. ആ ആശ്രമമാണ് ഫീനിക്സ് ആശ്രമം, ഫീനിക്സ് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ഫീനിക്സ് ആശ്രമം എന്ന് പറയും. അപ്പൊ ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ആദ്യത്തെ ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാല് 1904 ദക്ഷിണാഫ്രിക്കയിലാണ്. ദക്ഷിണാഫ്രിക്കയിൽ എവിടെ? ഡർബൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിലാണ് 1904 ഗാന്ധിജിയുടെ ആദ്യത്തെ എന്ത് സ്ഥാപിക്കുന്നത്? ആശ്രമം സ്ഥാപിക്കുന്നത്, ഫീനിക്സ് സെറ്റിൽമെന്റ്. ആ ഫീനിക്സ് സെറ്റിൽമെന്റിനെ, ആ ആശ്രമത്തിനെ നമ്മൾ പറയും സത്യാഗ്രഹത്തിന്റെ നഴ്സറി എന്ന് പറയും, ഗാന്ധിയൻ സത്യാഗ്രഹങ്ങളുടെ നഴ്സറി എന്ന് പറയും, അല്ലെ? ഇപ്പൊ പല രീതിയിലും നമ്മൾ പറഞ്ഞു. ഗാന്ധിയൻ സത്യാഗ്രഹങ്ങളുടെ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. സത്യാഗ്രഹത്തിന്റെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്ന പട്ടണമാണ് പീറ്റർ മാരിസ്ബർഗ് എന്ന് പറഞ്ഞു. അതേസമയം ഗാന്ധിജിയുടെ സത്യാഗ്രഹ നഴ്സറി എന്നറിയപ്പെടുന്ന ആശ്രമം ഏതെന്ന് ചോദിച്ചാല് അത് ഏതാശ്രമമാണ്? ഫീനിക്സ് ആശ്രമമാണ് എന്നുള്ളത് ഓർക്കുക. അപ്പം ഗാന്ധിജിയുടെ ആദ്യത്തെ ആശ്രമമാണ് ഫീനിക്സ് ആശ്രമം ദക്ഷിണാഫ്രിക്കയിൽ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് മറ്റൊരു ആശ്രമം തുടങ്ങി. ആ ആശ്രമമാണ് ടോൾസ്റ്റോയി ഫാം. ഗാന്ധിജിയുടെ രണ്ടാമത്തെ ആശ്രമം, ദക്ഷിണാഫ്രിക്കയിലെ രണ്ടാമത്തെ ആശ്രമമാണ് ടോൾസ്റ്റോയി ഫാം. മനസ്സിലാക്കി വെക്കണം, ഇത് എവിടെയാണ്? ജോഹന്നസ്ബർഗ്. ഗാന്ധിജിയുടെ രണ്ടാമത്തെ ആശ്രമം ടോൾസ്റ്റോയി ഫാം സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ജോഹന്നസ്ബർഗ്. ഒരുപാട് തവണ ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പോൾ ഡർബനിലാണ് ഫീനിക്സ്, ടോൾസ്റ്റോയി ഫാം വരുന്നത് ജോഹന്നസ്ബർഗിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലായിരിക്കുമ്പോൾ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പത്രം ആരംഭിച്ചു. ആ പത്രം ഏത് എന്ന് ചോദിച്ചാല് അത് ഇന്ത്യൻ ഒപ്പീനിയൻ ആണ്. ഗാന്ധി ദക്ഷിണാഫ്രിക്കയിലായിരിക്കുമ്പോൾ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പത്രം ആരംഭിച്ചു. ആ പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ, അല്ലെ? യങ് ഇന്ത്യ, നവജീവൻ, ഹരിജൻ എന്നിങ്ങനെയുള്ള പത്രങ്ങൾ വേറെയുണ്ട്. ആ പത്രങ്ങളെല്ലാം അദ്ദേഹം ഇന്ത്യയിൽ വന്നതിന് ശേഷം ആരംഭിച്ചതാണ്. ദക്ഷിണാഫ്രിക്കയിലായിരിക്കുമ്പോൾ ഗാന്ധി ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ഇംഗ്ലീഷ് ഭാഷയിൽ, തമിഴ് ഭാഷയിൽ, അതുപോലെ ഉറുദു ഭാഷയിൽ, പല ഭാഷകളിലായിട്ട് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രമാണ് ഏത്? ഇന്ത്യൻ ഒപ്പീനിയൻ എന്നുള്ളത് കൂടി ഓർക്കുക. ഏതെങ്കിലും ഒരു ഭാഷയിൽ മാത്രം ഉണ്ടായിരുന്ന പത്രമല്ല, ഇന്ത്യൻ ഒപ്പീനിയൻ എന്നുള്ളത് ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഗാന്ധിജിയുടെ ആദർശങ്ങളിലെ ഇരട്ടത്തൂണുകൾ എന്ന് അറിയപ്പെടുന്നത് എന്തൊക്കെയാണ്? ഗാന്ധിയൻ ആദർശങ്ങളുടെ ഇരട്ടത്തൂണുകൾ എന്നറിയപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് സത്യവും അഹിംസയുമാണ്. ഗാന്ധിയൻ ദർശനങ്ങളിലെ ഇരട്ടത്തൂണുകൾ, ഗാന്ധിയൻ ചിന്തകളിലെ ഇരട്ടത്തൂണുകൾ എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് സത്യം, അഹിംസ എന്നിവയാണ് എന്നുള്ളത് ശ്രദ്ധിച്ചു വയ്ക്കുക. നല്ലൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്, ഗാന്ധിജിയുടെ ഒരു സമരമാർഗമാണ് ഏത്? സത്യാഗ്രഹം, അല്ലെ? സത്യാഗ്രഹം അല്ലെങ്കിൽ സത്യാഗ്രഹി എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമുണ്ട്. അത് ബലമില്ലാത്തവന്റെ, അതായത് കരുത്തില്ലാത്തവന്റെ ഒരു സമരമുറയാണ് എന്നുള്ള ഒരു തോന്നലുണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സമരമാർഗമല്ല സത്യാഗ്രഹം. സത്യാഗ്രഹം എന്ന് പറയുന്ന സമരമാർഗം എന്താണ്? സത്യാഗ്രഹം എന്ന് പറയുന്ന സമരമാർഗം ശരിയായിട്ടുള്ള ആത്മശുദ്ധിയുടെ പ്രയോഗമാണ്. ശരിയായിട്ടുള്ള സത്യത്തിൽ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ആത്മശുദ്ധിയുടെ അനീതിക്കെതിരായിട്ടുള്ള പ്രയോഗമാണ് സത്യാഗ്രഹം. അപ്പോൾ ഒരു സത്യാഗ്രഹത്തിൽ വിജയിക്കണമെങ്കിൽ അവൻ സത്യത്തെ മുറുകെ പിടിക്കുന്നവനായിരിക്കണം, ആത്മശുദ്ധി ഉള്ളവനായിരിക്കണം, ആദർശശുദ്ധി ഉള്ളവനായിരിക്കണം, അഴിമതിയുടെ കറുപ്പ് പെറളാത്തവനായിരിക്കണം. അങ്ങനെ ഒരാള് സമരം ചെയ്താൽ മാത്രമേ, സത്യാഗ്രഹം അനുഷ്ഠിച്ചാൽ മാത്രമേ ആ
സത്യാഗ്രഹം വിജയമായി തീരാൻ സാധ്യതയുള്ളൂ. സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ആത്മശുദ്ധിയുടെ പ്രയോഗമാണ്. അപ്പോൾ അത് അനുഷ്ഠിക്കുന്നവന് ആ പറഞ്ഞ ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും പരാജയത്തിലോട്ട് തീരും. അപ്പോൾ ശരിയായ രീതിയിൽ അത് മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, ഒരു അനീതിക്കെതിരെയായിട്ടാണല്ലോ ഈ സത്യാഗ്രഹം. ആരോ നമുക്ക് എന്തോ ഒരു ഉപദ്രവം ചെയ്തു, അല്ലെങ്കിൽ എന്തോ ഒരു അനീതി നമ്മളോട് ചെയ്തു. ആ അനീതി ചെയ്തവനോട് ആയുധമെടുക്കാതെ, അഹിംസയിലോട്ട് പോകാതെ, അവനെ ശാരീരികമായി ഉപദ്രവിക്കാതെ മാനസികമായിട്ട് മാനസാന്തരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമുറയാണ് സത്യാഗ്രഹം. അപ്പോൾ എൻ്റെ മനസ്സ്, സത്യാഗ്രഹിയായിട്ടുള്ള എൻ്റെ മനസ്സ് അവനോട് സംവദിച്ചു കൊണ്ടിരിക്കും, നീ ചെയ്യുന്നത് അനീതിയാണ്, നീ ചെയ്യുന്നത് ധർമ്മമല്ല. അങ്ങനെ അവനിൽ മാനസാന്തരം ഉണ്ടാക്കിക്കൊണ്ട് അവനെ കൊണ്ട് തന്നെ ആ പറഞ്ഞ കാര്യം പിൻവലിപ്പിക്കുക, തിരുത്തുക എന്നുള്ള ഉദ്ദേശമാണ് ഏതിനുള്ളത്? സത്യാഗ്രഹത്തിനുള്ളത്. അപ്പോൾ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന ആൾക്ക് സർട്ടൻ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അതുകൊണ്ട് എല്ലാവർക്കും എന്താവാൻ പറ്റൂല, സത്യാഗ്രഹിയാകാനായിട്ട് പറ്റൂല. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ എന്തിനും സത്യാഗ്രഹമാണ് അല്ലേ? ആ സത്യാഗ്രഹം പലപ്പോഴും വിജയമാവാത്തതിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നയാൾക്ക് ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത് വിജയമായിട്ട് മാറൂ എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അനീതിക്ക് എതിരെയുള്ള ആത്മശുദ്ധിയുടെ, സത്യത്തെ മുറുകെ പിടിച്ചുള്ള ആത്മശുദ്ധിയുടെ ശരിയായിട്ടുള്ള പ്രയോഗമാണ് ഏത്? സത്യാഗ്രഹം എന്നുള്ളത് മനസ്സിൽ ഇരിക്കട്ടെ. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകളുമായി ബന്ധപ്പെട്ട ഒരു തത്വമുണ്ട്, ട്രസ്റ്റിഷിപ്പ്. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ സാമൂഹിക സാമ്പത്തിക പദ്ധതിയാണ് ഏത്? ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന ആശയം. സാമൂഹിക സാമ്പത്തിക പദ്ധതിയാണ് ട്രസ്റ്റിഷിപ്പ്. എന്താണ് ട്രസ്റ്റിഷിപ്പ്? ട്രസ്റ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സംരക്ഷകൻ അല്ലെ? ഒന്നിന്റെ ട്രസ്റ്റി എന്ന് പറയുമ്പോൾ ഒന്നിനെ സംരക്ഷിക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പം സമൂഹത്തിൽ ഒരുപാട് ദരിദ്രരായിട്ടുള്ള ആൾക്കാരുണ്ട്, സമൂഹത്തിൽ ഒരുപാട് എങ്ങനെയാണ് സമ്പന്നരായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ സമൂഹത്തിലെ സമ്പന്നരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? ഇങ്ങനെ ദരിദ്രരായിട്ടുള്ള ആൾക്കാരുടെ സംരക്ഷകരായിട്ട് മാറണം. ആ ആശയമാണ് ഏത്? ട്രസ്റ്റിഷിപ്പ്. അപ്പോൾ സമൂഹത്തിലെ സമ്പന്നർ പാവപ്പെട്ടവരുടെ ട്രസ്റ്റികളായിട്ട് മാറണം. അവന്റെ ചൂഷകനായിട്ടല്ല, അവന്റെ ട്രസ്റ്റി ആയിട്ട് മാറണം. ആ പറഞ്ഞ ആശയമാണ് ഏത്? ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന ആശയം. അതുപോലെ തന്നെ ഗാന്ധിയുടെ എക്കോണമി, അതായത് ഗാന്ധിയൻ എക്കോണമി, ഗാന്ധിയുടെ സാമ്പത്തിക ചിന്തകൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. അതായത് ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന മുദ്രാവാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗ്രാമസ്വരാജ് അല്ലെ? സ്വയം പര്യാപ്തമായിട്ടുള്ള ഗ്രാമങ്ങളാണ് ഇന്ത്യയുടെ ശരിക്കുള്ള അഭിവൃദ്ധിക്ക് കാരണമാകാൻ പോകുന്നത്. അല്ലാതെ വളർന്നു വരുന്ന വലിയ വലിയ പട്ടണങ്ങളല്ല, സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങൾ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ആ സ്വാതന്ത്ര്യം ശരിക്കുള്ള സ്വാതന്ത്ര്യമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഓരോ ഗ്രാമങ്ങളും സ്വയം പര്യാപ്തമായി മാറുകയും ആ ഗ്രാമത്തിലെ ആൾക്കാർക്ക് അധികാരം കൈയാളാൻ പറ്റുകയും വേണം എന്നുള്ള ഒരു ചിന്തയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുമായി ബന്ധപ്പെട്ട ആ മുദ്രാവാക്യമാണ് ഏത്? ഗ്രാമ സ്വരാജ്. അതുപോലെ മനസ്സിലാക്കേണ്ടത്, ഗാന്ധിജി വലിയ വലിയ വ്യവസായങ്ങളെ പിന്താങ്ങിയിരുന്ന ആളല്ല, വലിയ വലിയ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ആളല്ല ഗാന്ധിജി. ഇന്ത്യയുടെ പരിസ്ഥിതിക്ക് ഏറ്റവും അനുയോജ്യമായത് കുടിൽ വ്യവസായങ്ങളാണ്. കുടിൽ വ്യവസായങ്ങൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഊർജം പകരുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ സാമ്പത്തിക രീതിക്ക് ഏറ്റവും നല്ലത് ഏതാണ്? ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയാണ്, കുടിൽ വ്യവസായങ്ങളാണ്. വലിയ വലിയ വ്യവസായങ്ങൾ തീർച്ചയായിട്ടും പരിസ്ഥിതിയെ കൂടി ദുർബലപ്പെടുത്തും, മലിനപ്പെടുത്തും. അതുകൊണ്ട് ഇന്ത്യക്ക് നല്ലത് കുടിൽ വ്യവസായമാണ്. ഗാന്ധിജി പലപ്പോഴും അറിയപ്പെടുന്നത് അങ്ങനെയാണ്. ഇന്ത്യയിൽ കുടിൽ വ്യവസായങ്ങളുടെ, കോട്ടേജ് ഇൻഡസ്ട്രീസിന്റെ അംബാസഡർ എന്ന് വിളിക്കാവുന്നത് മഹാത്മാഗാന്ധിയെയാണ്. അതുപോലെ തന്നെ പരിസ്ഥിതി ചിന്തകൾ, ഗാന്ധിജിയുടെ പരിസ്ഥിതി ചിന്തകൾ ഒക്കെ പലപ്പോഴും പല സാഹചര്യങ്ങളിലും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉദ്ധരണിയുണ്ട്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഈ ഭൂമിയിലുണ്ട്, നമുക്ക് ആവശ്യമുള്ള എല്ലാ വിഭവങ്ങളും ഈ ഭൂമിയിലുണ്ട്. പക്ഷേ നമ്മുടെ അത്യാഗ്രഹത്തിന് അത് തികയുകയില്ല. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഈ ഭൂമിയിലുണ്ട്, പക്ഷെ അത് നമ്മുടെ അത്യാഗ്രഹത്തിന് തികയുകയില്ല എന്നുള്ള ആ വാക്യം അല്ലെങ്കിൽ ആ ഉദ്ധരണി ആരുടേതാണ് എന്ന് ചോദിച്ചാൽ അത് മഹാത്മാഗാന്ധിയുടേതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകമാണ് ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന പുസ്തകം. ഹിന്ദു സ്വരാജ് ബ്രിട്ടീഷ് ഭരണ
ആ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയെ എങ്ങനെ വികലമാക്കുന്നു, വ്യവസായങ്ങളിലൂടെ, ചൂഷണത്തിലൂടെ, സാമ്പത്തിക ചൂഷണത്തിലൂടെ ഇന്ത്യയെ എങ്ങനെയെല്ലാം ദരിദ്രമാക്കുന്നു, ദോഷപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള, ഞാൻ ഈ പറഞ്ഞ ചിന്തകളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടുള്ള പുസ്തകമാണ് ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന പുസ്തകം. ഈ അടുത്ത കാലത്തും പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു പുസ്തകമാണ്. 1910 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന പുസ്തകം ഇന്ത്യയിൽ എന്ത് ചെയ്തു? വിലക്കി. ഗാന്ധിയുടെ പുസ്തകം ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന പുസ്തകം അല്ലെങ്കിൽ ലേഖനം, ആ ലേഖനത്തെ 1910 ആര് വിലക്കി? ബ്രിട്ടീഷ് സർക്കാർ വിലക്കി എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. എന്തായാലും ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് പൊതുവിൽ എന്താണ് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ഏകദേശ ധാരണ ഇത്രയും പറഞ്ഞതിനകത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. വേറൊരു കാര്യം കൂടി വിചാരിച്ചോണം, ഇതെല്ലാം പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന വിധത്തിലാണ് ഞാനിപ്പോൾ നിങ്ങളടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഈ ക്ലാസ്സിൽ മാത്രമല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളിലൊക്കെ സംസാരിക്കുന്നത് ആ രീതിയിൽ തന്നെ ആയിരിക്കും. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച പുസ്തകമാണ് അൺ ടു ദി ലാസ്റ്റ് എന്ന് പറഞ്ഞു അല്ലെ. ഗാന്ധി ഏറെ സ്വാധീനിച്ച പുസ്തകമാണ് അൺ ടു ദി ലാസ്റ്റ്. പ്രത്യേകിച്ചും സാമ്പത്തിക ചിന്തകൾ, ഗാന്ധിയൻ സാമ്പത്തിക ചിന്തകൾ, അതുപോലെ തന്നെ ഗാന്ധിയുടെ വിദ്യാഭ്യാസ ചിന്തകൾ, അതിനെയൊക്കെ വളരെയധികം സ്വാധീനിച്ച പുസ്തകമാണ് അൺ ടു ദി ലാസ്റ്റ് അല്ലെ. നേരത്തെ ടോൾസ്റ്റോയുടെ പുസ്തകം ഞാൻ പറഞ്ഞു, കിങ്ഡം ഓഫ് ഗോഡ് വിത്തിൻ യു എന്ന് പറയുന്ന പുസ്തകം പറഞ്ഞു. അതിനകത്ത് പറഞ്ഞ എന്താണ്? സത്യാഗ്രഹ സമരമുറ. ആ സത്യാഗ്രഹ സമരമുറയുടെ പ്രാക് രൂപമായിട്ടുള്ള പാസീവ് റെസിസ്റ്റൻസ് ആണ് അതിനകത്ത് പറഞ്ഞത്. അതേസമയം ഹെൻറി ഡേവിഡ് തോറയുടെ പുസ്തകത്തിൽ നിന്ന് എന്താണ്? നിയമലംഘനവുമായി ബന്ധപ്പെട്ട സമരമുറ. അതേസമയം ജോൺ റസ്കിന്റെ പുസ്തകത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ട്. വളരെ പ്രധാനം ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകളാണ്. ഗാന്ധിയുടെ സാമ്പത്തിക ചിന്തകൾ എന്ന് പറയുമ്പോൾ ജോൺ റസ്കിന്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. സമ്പത്ത്, കാശും അതുപോലെ സ്വർണവും അല്ല ജീവിതം, ജീവിതം തന്നെയാണ് ജീവിതം. കാശും സ്വർണവും അല്ല ജീവിതം, ജീവിതം തന്നെയാണ് ജീവിതം. അതായത് ആഡം സ്മിത്തിന്റെ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിനോടും അതുപോലെ സാമ്പത്തിക ചിന്തകളോടും ഒട്ടും യോജിപ്പില്ലാത്ത ഒരു എഴുത്തുകാരനായിരുന്നു ജോൺ റസ്കിൻ. അപ്പോൾ പണവും സമ്പത്തും അല്ല ജീവിതം, ജീവിതമാണ് യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്ന ഒരു തത്വചിന്തയാണ് ആർക്കുള്ളത്? ജോൺ റസ്കിനുള്ളത്. അപ്പൊ ആ ചിന്തകളെല്ലാം ഗാന്ധിജിയെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സാമ്പത്തിക ചിന്തകളുടെ കാര്യം പറയുമ്പോൾ അൺ ടു ദി ലാസ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം ഓർക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പുസ്തകമുണ്ട്, എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ഈ പുസ്തകം രചിച്ചത് ആരും ചോദിച്ചാൽ രമേശ് ചന്ദ്ര ദത്ത് എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരനാണ്. എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, രമേശ് ചന്ദ്ര ദത്ത്. എന്തിനിപ്പോ ഈ പുസ്തകം പറഞ്ഞു? ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞ കാര്യമാണ്. ഈ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ കരഞ്ഞുപോയി. ഇന്ത്യയെ തകർക്കുന്നത് യന്ത്രങ്ങളാണ്. ഈ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ ശരിക്കും കരഞ്ഞുപോയി. ഇന്ത്യയെ നശിപ്പിക്കുന്നത് യന്ത്രങ്ങളാണ്. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. ഇന്ത്യക്ക് അനുയോജ്യമായിട്ടുള്ളത് ഏതാണ്? കുടിൽ വ്യവസായങ്ങളാണ് എന്നും ഗാന്ധിജി പറഞ്ഞു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇന്ത്യയെ നശിപ്പിക്കുന്നത് ശരിക്കും യന്ത്രങ്ങളാണ് എന്ന് പറഞ്ഞത് ഏത് പുസ്തകത്തെ കുറിച്ചാണ് എന്ന് ചോദിച്ചാൽ എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തെ കുറിച്ചാണ്. അത് എഴുതിയത് രമേശ് ചന്ദ്ര ദത്ത് എന്ന് പറയുന്ന ആളാണ്. വേറൊരു പുസ്തകമുണ്ട്, എക്കോണമി ഓഫ് പെർമനൻസ് എന്ന് പറയുന്ന പുസ്തകം, സ്ഥായിയായ സമ്പദ് വ്യവസ്ഥ. ഇതാണ് മലയാളീകരിച്ചാൽ ആ പുസ്തകത്തിന്റെ പേര്. എക്കോണമി ഓഫ് പെർമനൻസ് അഥവാ സ്ഥായിയായ സമ്പദ് വ്യവസ്ഥ. ആ പുസ്തകം രചിച്ചതാര്? ജെ.സി. കുമരപ്പ. അറിയപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരനാണ് ജെ.സി. കുമരപ്പ. അറിയപ്പെടുന്ന ഗാന്ധിയനാണ് ജെ.സി. കുമരപ്പ. ഈ ജെ.സി. കുമരപ്പയുടെ ഈ പുസ്തകത്തിൽ എക്കോണമി ഓഫ് പെർമനൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത് എന്താണ്? ഗാന്ധിയൻ സമ്പദ് ചിന്തകളാണ്. അതിനെ വിശകലനം ചെയ്യുന്ന പുസ്തകമാണ് ഏത്? ജെ.സി. കുമരപ്പയുടെ എക്കോണമി ഓഫ് പെർമനൻസ് എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് രമേശ് ചന്ദ്ര ദത്താണ്. ഈ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ കരഞ്ഞുപോയി. ഇന്ത്യയെ തകർക്കുന്നത്, നശിപ്പിക്കുന്നത് യന്ത്രങ്ങളാണ് എന്ന് ഗാന്ധിജി പറഞ്ഞത് ഈ പുസ്തകത്തെ കുറിച്ചാണ്. എക്കണോമി ഓഫ് പെർമനൻസ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് അറിയപ്പെടുന്ന ഗാന്ധിയനാണ് ജെ.സി. കുമരപ്പ. ഗാന്ധിയൻ സമ്പദ് ചിന്തകൾ വിശകലനം ചെയ്യുകയാണ് ഈ പുസ്തകത്തിൽ എന്നുള്ളത് ഓർക്കുക. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ കാര്യം പറയുമ്പോൾ
ഖാദി പ്രസ്ഥാനം, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഖാദിയുടെ പ്രാധാന്യം എന്താണ്? ഖാദി എന്ന് പറയുന്നത് കുടിൽ വ്യവസായത്തിൽ എങ്ങനെ വരുന്നു, അല്ലെ? ഖാദി പ്രസ്ഥാനം ഗാന്ധിജി ആരംഭിക്കുന്നത് ഏത് കൊല്ലമാണ് എന്ന് ചോദിച്ചാൽ 1918 ഗ്രാമസൗരയൂഥത്തിലെ സൂര്യൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് എന്ന് ചോദിച്ചാൽ ഖാദിയെയാണ്. ഖാദി പ്രസ്ഥാനം ഗാന്ധിജി ആരംഭിച്ചതെന്നാണ് 1918 എന്നുള്ളത് ഓർക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ചിന്തകളെ ഏറെ സ്വാധീനിച്ച പുസ്തകം കൂടിയാണ് ജോൺ റസ്കിന്റെ അൺ ടു ദി ലാസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം. ഇടയ്ക്ക് വേറൊരു കാര്യം ഞാനൊന്ന് സൂചിപ്പിക്കാം. ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള അധ്വാനം, അങ്ങനെ ഒരു ആശയം ഗാന്ധിജി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ ആശയം ഏത് പുസ്തകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ലിയോ ടോൾസ്റ്റോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള അധ്വാനം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആശയം മാർക്സുമായിട്ട് കൂടി ബന്ധപ്പെട്ടിരിക്കുന്നു. കാറൽ മാർക്സിന്റെ മിച്ചമൂല്യ സിദ്ധാന്തമുണ്ട്. ആ മിച്ചമൂല്യ സിദ്ധാന്തവുമായി കൂടി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആശയമാണ് ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള അധ്വാനം. ആ ആശയം ഗാന്ധിജിക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ അത് ലിയോ ടോൾസ്റ്റോയിൽ നിന്ന് കിട്ടിയ ആശയമാണ് ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള അധ്വാനം. നമ്മൾ പറഞ്ഞു വന്നത് ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ചിന്തകളെ ഏറ്റവും സ്വാധീനിച്ച പുസ്തകം ഏതാണ്? അൺ ടു ദി ലാസ്റ്റ് ആണ്. ഗാന്ധിയുടെ വിദ്യാഭ്യാസ ചിന്തകൾ പറയുമ്പോൾ ഗാന്ധി വിദ്യാഭ്യാസത്തിലെ 3 R എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയൊക്കെയാണ്? ഗാന്ധി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് 3R എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. 3R എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ റൈറ്റിംഗ്, റീഡിംഗ് ആൻഡ് അരിത്തമെറ്റിക്. ഗാന്ധിയൻ വിദ്യാഭ്യാസ സങ്കല്പങ്ങളിൽ 3R എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ റൈറ്റിംഗ്, റീഡിംഗ് ആൻഡ് അരിത്തമെറ്റിക് എന്നുള്ളത് ഓർക്കുക. അതുപോലെ തന്നെ ഗാന്ധിയൻ വിദ്യാഭ്യാസ ചിന്തകളിൽ 3H എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 3H എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? H ഫോർ ഹാൻഡ്, H ഫോർ ഹെഡ്, H ഫോർ ഹാർട്ട്. ഹാൻഡ്, ഹാർട്ട്, ഹെഡ്. ഗാന്ധിയൻ വിദ്യാഭ്യാസ ചിന്തകളിൽ 3H എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാൻഡ്, ഹാർട്ട് ആൻഡ് ഹെഡ്. അതായത് വിദ്യാഭ്യാസം ഒരു കുട്ടിയിൽ ശാരീരികമായും മാനസികമായും അതുപോലെ തന്നെ ബൗദ്ധികപരമായും ഉണർവുണ്ടാക്കണം. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ആ വിദ്യാഭ്യാസം കുട്ടിയിൽ ശാരീരികമായും മാനസികമായും ബൗദ്ധികപരമായും ഉള്ള ഉണർവുണ്ടാക്കാൻ പറ്റുന്ന വിധത്തിലുള്ളതായിരിക്കണം എന്നുള്ളതാണ് 3H എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. അതുപോലെ തന്നെ എഴുതാനും വായിക്കാനും നിങ്ങൾക്ക് അറിയാം. അത് വിദ്യാഭ്യാസമായിട്ട് ഗാന്ധിജി കാണുന്നില്ല. എഴുതാനും വായിക്കാനും അറിയാവുന്നത്, അതായത് സാക്ഷരതയുണ്ട് എന്ന് പറയുന്നത് വിദ്യാഭ്യാസമായിട്ട് ഗാന്ധിജി കാണുന്നില്ല. സാക്ഷരത എന്ന് പറയുന്നത് വിദ്യാഭ്യാസം നേടുന്നതിലേക്കുള്ള ഒരു മാർഗം മാത്രമാണ്. വിദ്യാഭ്യാസത്തിനപ്പുറമോ വിദ്യാഭ്യാസത്തിന് ഇപ്പുറമോ അല്ല. ശരിക്കുള്ള വിദ്യാഭ്യാസം നേടുന്നതിനുള്ള ഒരു മാർഗം മാത്രമാണ് ഏത്? സാക്ഷരത. അതായത് നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയാവുന്നുള്ളത്. അതൊരു വിദ്യാഭ്യാസമല്ല. അപ്പോൾ സാക്ഷരതയിൽ നമ്പർ 1 ആയിട്ട് കാര്യമില്ല. ഇപ്പോൾ ബീഹാർ എന്ന് പറയുന്നത് സാക്ഷരതയിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷേ ബീഹാറിൽ നിന്നുള്ളവരാണ് കൂടുതലും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ. എന്തുകൊണ്ടാണ് എന്നുള്ളത് ആലോചിക്കേണ്ട വിഷയമാണ്. അപ്പോൾ സാക്ഷരത എന്ന് പറയുന്നത് എന്താകുന്നില്ല? വിദ്യാഭ്യാസമാകുന്നില്ല എന്ന കാഴ്ചപ്പാട് ഗാന്ധിജിക്കുണ്ടായിരുന്നു. ഗാന്ധിയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളിൽ ഒന്നാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളെല്ലാം അദ്ദേഹം 1937 അദ്ദേഹത്തിൻ്റെ ഒരു പത്രമുണ്ട്, ഹരിജൻ എന്ന് പറയുന്ന പത്രം. അതിനെക്കുറിച്ചൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ഹരിജൻ എന്ന് പറയുന്ന പത്രത്തിൽ പല ലേഖനങ്ങളിലായിട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. ഹരിജൻ എന്ന് പറയുന്ന പത്രത്തിൽ ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ചിന്തകളൊക്കെ അദ്ദേഹം പങ്കുവച്ചിരുന്നു. എന്തായാലും 1937 ഹരിജനിൽ വന്ന ഈ ലേഖനങ്ങൾ അതിൻ്റെ
അടിസ്ഥാനത്തിൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു, ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു, ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുന്നു. ആ സമ്മേളനമാണ് വാർധാ സമ്മേളനം. 937 ഹരിജനിലെ ലേഖനങ്ങളുമായി ബന്ധപ്പെട്ട് 938 ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുന്നു, വാർധാ സമ്മേളനം. ആ സമ്മേളനത്തിൽ ഗാന്ധിയൻ വിദ്യാഭ്യാസ ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ രൂപപ്പെടുത്തി. ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ സക്കീർ ഹുസൈൻ ആയിരുന്നു. ആ കമ്മിറ്റി ഗാന്ധിയൻ വിദ്യാഭ്യാസ ചിന്തകളെ നന്നായിട്ട് പഠിച്ച് ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചു. അതായത് ദേശീയ അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചു 1938. അപ്പൊ ആ വിദ്യാഭ്യാസ പദ്ധതി പൊതുവെ അറിയപ്പെടുന്നത് വാർധാ വിദ്യാഭ്യാസ പദ്ധതി എന്നാണ്, അല്ലെങ്കിൽ നൈ താലീം എന്നാണ്. നൈ താലീം അല്ലെങ്കിൽ വാർധാ വിദ്യാഭ്യാസ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഗാന്ധിയൻ വിദ്യാഭ്യാസ ചിന്തകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദേശീയ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ തലവനായിരുന്നു ആര്? സക്കീർ ഹുസൈൻ. ആ കമ്മിറ്റി നിലവിൽ വരുന്നത് 938. അപ്പൊ എന്താണ് നൈ താലീം, എന്താണ് വാർധാ വിദ്യാഭ്യാസ പദ്ധതി? അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം വെറുതെ പുസ്തകം വായിക്കുന്നതും പുസ്തകം എഴുതുന്നതും വായിക്കുന്നതും മാത്രമല്ല പഠനം എന്ന് പറയുന്നത് ജീവിക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം. നമ്മൾ പഠിച്ചത് കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം, അല്ലെ? അപ്പോൾ പഠനത്തോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കൈത്തൊഴിലുകൾ കൂടി ഒരു വിദ്യാർത്ഥി, ഒരു കുട്ടി പഠിച്ചിരിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് മഹാത്മാഗാന്ധി. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിന്റെ ആദർശവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ ഗാന്ധിയൻ തോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ തന്നെ പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ അതുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ അതിന്റെ 100-1 പോലും ആകുന്നില്ല. എങ്കിലും PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്നുള്ള നിലയിലും ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിലും അത്യാവശ്യം അറിയേണ്ട ഗാന്ധിയൻ ചിന്തകളാണിത്. ഇത് നിങ്ങൾക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുണം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.